ടീച്ചറെ സഹായിച്ചതിന് ഇന്നലെ തന്നെ ഞാൻ താങ്ക്സ് പറയുകയും ചെയ്തു. കൂടുതൽ കാര്യങ്ങൾ കയറി ഇടപെടാൻ നോക്കരുതേ. ഇടി നിന്റെ കാര്യത്തിൽ ആർക്കാ താല്പര്യം? അമ്മയും മോളും കൂടെ നിന്ന് കരയുന്ന കണ്ടപ്പോ ഒന്ന് സഹായിക്കാന്ന് വെച്ചെന്നേ ഉള്ളൂ. അതും അമ്മാവും പറഞ്ഞോണ്ടാ. അല്ലെങ്കിൽ ഞാൻ ആ വഴിക്ക് പോലും തിരിഞ്ഞു നോക്കില്ലായിരുന്നു. ഹരി, ഇന്ന് മിണ്ടാണ്ടിരിക്കടാ. ആ കൊച്ച് നിന്റെ പുറകിലൊന്നും വരുന്നില്ലല്ലോ. അമ്മാവനോട് ആരാ പറഞ്ഞ വരുന്നില്ല എന്ന്? ഒന്നാം മാരേജ് ബ്യൂറോയിൽ കാത്തിരുന്നത് മുതല് നല്ലത് പറഞ്ഞും ചീത്ത പറഞ്ഞും ഇവളെന്റെ പുറകെ തന്നെ ഉണ്ട്. ഇവിടെ ചില ഒളിച്ചുകളികളും സംസാരമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ ആ മനസ്സിലിരിപ്പൊന്നും ഹരിയുടെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. അങ്കിൾ. ഓ, എന്താ മോളെ? വീട്ടില് വലിയ കണ്ണാടി ഉണ്ടോ? ഉണ്ടല്ലോ. എങ്കിലേ അത് ഇങ്ങരുടെ നേരെ ഒന്ന് പിടിച്ച് കാണിച്ചു കൊടുക്കണം. ഭയങ്കര സുന്ദരനാണെന്നൊരു തോന്നലുണ്ട്. അതൊന്ന് മാറി കിട്ടട്ടെ. അപ്പൊ നിലത്ത് നിൽക്കാൻ പഠിക്കും, മര്യാദയ്ക്ക് സംസാരിക്കാനും പഠിക്കും. എടി, എന്നെ കാണാൻ അത്ര ഭംഗിയില്ലെങ്കിൽ നീ എന്തിനാണ് പിന്നെ പിന്നെ എന്റെ പിന്നാലെ വരുന്നത്? ഇയാളെ ഞാൻ മോർണിംഗ് മാറി. എനിക്ക് കാഴ്ച ബംഗ്ലാവിലൊക്കെ പോകുന്നത് വലിയ ഇഷ്ടം. തന്നെ കാണുമ്പോഴേ എനിക്ക് അങ്ങനത്തെ ഒരു തോന്നല. അതുകൊണ്ടാ കൂടെ കൂടെ ഇങ്ങനെ നോക്കുന്നത്. എന്റെ അച്ഛനെ വല്ലതും പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്റെ അച്ഛൻ എന്റെ അമ്മയെ പറഞ്ഞിട്ടില്ലേ? അതുമോ വന്നേ, നമ്മളൊരു നല്ല കാര്യത്തിന് പോവാം. മോശം കാര്യം കേട്ട് നിന്നാലേ നമ്മൾ പോകുന്ന കാര്യവും അതുപോലെ തന്നെയാവും. വാ. എന്താ ഇത്ര വൈകിയേ? വിളിച്ചാൽ എന്താ ഫോൺ എടുക്കാത്തെ? സോറി മാഡം, ടയർ ഒന്ന് പഞ്ചറായി പോയി. ആ വിട്. നല്ലൊരു അവസരം വേസ്റ്റാക്കി. എന്ത്? അമ്മാവൻ നോക്കിക്കോ, മിക്കവാറും ഈ വീടിനകത്തൊരു കൊലപാതകം നടക്കും. ഞാൻ അവളെ അങ്ങ് കൊല്ലും. നിനക്ക് വേറെ പണിയൊന്നുമില്ലേടാ? ഒന്നാമത് നിന്റെ മനസ്സില് വലിയൊരു അബദ്ധം കിടക്കുന്നുണ്ട്. അന്ന് മാരേജ് ബ്യൂറോയില് പത്മ ടീച്ചർ നിന്നെ കാണാൻ വന്നൊന്നും അല്ല. പിന്നെ അതെ, ജ്യോതി മോളുടെ കല്യാണക്കാരും ചോദിക്കാൻ വേണ്ടിട്ടാ ടീച്ചർ അവിടെ എത്തിയത്. നീ കാര്യം മനസ്സിലാക്കാതെ ആ ടീച്ചറോട് എന്തൊക്കെയോ സംസാരിച്ചു. എന്നിട്ട് അമ്മാവൻ എന്താ എന്നോട് ഇത് നേരത്തെ പറയാതിരുന്നത്? അതിന് നീ എന്നെ വാ തുറപ്പിച്ചല്ലേ എനിക്ക് വല്ലതും പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ആ ടീച്ചറെ പറ്റി പറഞ്ഞു തുടങ്ങിയ അപ്പോഴേ നീ ചാടിക്കടിക്കയല്ലേ. എടാ, മനസ്സിലുള്ള തെറ്റിദ്ധാരണ തിരുത്തിക്കൊണ്ടെന്ന് കരുതിട്ടാ ഞാനിപ്പോ ഇത് പറഞ്ഞത്. ഇനി നീ എന്താന്ന് വെച്ചാ ചെയ്തോ. സ്കൂളിൽ പോണില്ലേ? ഒരച്ഛനും മോളും. ബ്ലഡി ഫൂൾ. ഇങ്ങനെ നേരത്തെ എന്നോട് പറഞ്ഞാലെന്താ? മധുര നൊമ്പരക്കാറ്റ്